നമസ്കാരം. എല്ലാവർക്കും 2026 പുതുവർഷ നവവത്സര ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ പറയുന്ന ഈ പുതുവർഷ മാസഫലമാണ് ഞാൻ പറയുന്നത്. അതായത് പുതുവർഷത്തിലെ ജനുവരി മാസത്തെ 2026 ജനുവരി മാസത്തെ നക്ഷത്രഫലം. ഈ നക്ഷത്രഫലത്തിൽ നിങ്ങൾക്ക് ഈ മാസം ഉണ്ടാവുന്ന കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഈ മാസത്തിൽ നിങ്ങളുടെ ഭാഗ്യ ദിവസങ്ങളും ദോഷ ദിവസങ്ങളും ഇവിടെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതൊന്നും നിങ്ങൾ കുറിച്ചു വെച്ചാൽ നിങ്ങൾക്കത് ഗുണകരമാകും. ഭാഗ്യ ദിവസം ഏതാണെന്നും നിങ്ങൾക്കുള്ള ദോഷ ദിവസം ഏതാണെന്നും മനസ്സിലാക്കിയാൽ അതനുസരിച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഞാനിന്ന് പറയുന്നത് ആദ്യമായിട്ട് ഈ പുതുവർഷത്തിൽ ജനുവരി മാസത്തെ ഫലത്തിൽ ആദ്യമായിട്ട് അശ്വതി നക്ഷത്രക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷ മാസത്തിൽ തൊഴിൽപരമായി ഉന്നതി ഉണ്ടാകുന്ന ഒരു മാസമാണ്. പ്രമോഷൻ കിട്ടാവുന്ന മാസമാണ്. അതായത് ഉദ്യോഗസ്ഥന്മാർക്കോ അല്ലെങ്കിൽ സ്ഥിരമായി ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പ്രമോഷൻ കിട്ടാവുന്ന സമയമാണ്. അതുകൂടാതെ സ്ഥാനക്കയറ്റങ്ങൾ, ഏതെങ്കിലും വിധത്തിലുള്ള പ്രമോഷൻ അല്ലാതെ മറ്റേതെങ്കിലും വിധത്തിൽ സ്ഥാനക്കയറ്റങ്ങൾ കിട്ടാനുള്ള അവസരങ്ങളും ഇവർക്ക് വന്നു ചേരുന്നതാണ്. സാമ്പത്തികമായി ഇവർക്ക് നല്ല ഒരു മാസമായിരിക്കും. ഈ അശ്വതി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നില മെച്ചപ്പെട്ടതായിരിക്കും. ഇവർക്ക് ആരിൽ നിന്നെങ്കിലും പണം കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള സാധ്യതകളും ഈ മാസത്തിൽ തെളിഞ്ഞു വരുന്നതാണ്. അതുകൂടാതെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുന്ന ഒരു മാസമായിരിക്കും അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച്. ഈ അശ്വതി നക്ഷത്രക്കാരുടെ ഈ മാസത്തെ ഭാഗ്യദിനങ്ങൾ ഇതാണ്: 1, 9, 10, 18, 27, 28 തീയതികൾ ഈ നക്ഷത്രക്കാരുടെ ഭാഗ്യ ദിവസങ്ങളാണ്. ഇനി ഇവരുടെ ദോഷ ദിവസം ഏതാണെന്ന് പറയാം. 13, 14, 15 ഈ ഡേറ്റുകൾ ഇവരുടെ ദോഷ ദിവസങ്ങളും ആയിരിക്കും. ഭരണി നക്ഷത്രം. ഈ ഭരണി നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷ മാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവരെ സംബന്ധിച്ച് ജോലിയിൽ ഉത്തരവാദിത്തങ്ങൾ കൂടുന്ന ഒരു സമയമാണ്. അവർ ചെയ്യുന്ന ജോലിയിൽ അവർക്ക് നേരത്തെ ഉണ്ടായിരുന്നതിനെക്കാട്ടും കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട അവസരം വന്നു എന്ന് വരും. സഹപ്രവർത്തകരിൽ നിന്നും മോശമായ പെരുമാറ്റവും ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വരുമാനം വർദ്ധിക്കുന്ന ഒരു മാസമായിരിക്കും ഇവരെ സംബന്ധിച്ച്. ഇവർക്ക് വരുമാനം ഉണ്ടാകും ഈ മാസം. കടം കൊടുക്കുന്നത് സൂക്ഷിച്ചു വേണം. ചിലപ്പോൾ അത് കൊടുത്താൽ കിട്ടില്ല എന്നും വരും. അപ്പൊ പണം കൊടുക്കുന്നത് സൂക്ഷിക്കണം. കഴിയുന്നതും കടം കൊടുക്കാതെ സൂക്ഷിക്കണം, കൊടുക്കാതെ നോക്കണം. പിന്നെ കുടുംബ തർക്കങ്ങൾ, വീട്ടില് ഒരു സ്വരച്ചേർച്ചയില്ലാത്ത അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന ചില കുടുംബ പ്രശ്നങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ ഉദര സംബന്ധമായ അസുഖങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു സാമ്പത്തികമായ വരുമാനം ഉണ്ടാവും, ജോലി സംബന്ധമായ ഉത്തരവാദിത്വം കൂടും. അങ്ങനെ ഒരു ഗുണദോഷ സമ്മിശ്രമാണ് ഈ ഭരണി നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷ മാസം. നിങ്ങളുടെ ഭാഗ്യദിനങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഭാഗ്യദിനങ്ങൾ 2, 11, 12, 19, 20, 29 തീയതികൾ നിങ്ങൾക്ക് ഭാഗ്യ ദിവസങ്ങളായിരിക്കും. അതോടൊപ്പം തന്നെ ദോഷദിനങ്ങൾ ഏതൊക്കെയാണ്? 15, 16, 17 തീയതികൾ നിങ്ങൾക്ക് ദോഷമായി ഭവിക്കുന്ന ഇതൊരു സാമാന്യ ഫലമാണ്. അപ്പൊ ആ സാമാന്യ ഫലം ഉണ്ടാവുന്ന ചില കാര്യങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ഇനി കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷത്തിൽ
തൊഴിലിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട്. ചെയ്യുന്ന തൊഴിലിൽ ഏതെങ്കിലും വിധത്തിലൊക്കെ ഒരു മാറ്റങ്ങൾ അവിടെ ഉണ്ടാകും. പുതിയതായത് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അതിന് കഴിയുന്നതാണ്. പുതിയ ബിസിനസ് തുടങ്ങാൻ സാധിക്കുന്നതാണ്. സാമ്പത്തിക നില ഭദ്രമാണ്. ഈ കാർത്തിക നക്ഷത്രക്കാരുടെ ഈ പുതുവർഷ മാസം സാമ്പത്തിക കുഴപ്പമില്ലാത്ത വിധത്തിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ഭൂമി സംബന്ധമായും അതുകൂടാതെ പൂർവിക സ്വത്ത് സംബന്ധമായും ഇവർക്ക് വരുമാനം കിട്ടുന്ന ഒരു മാസം കൂടിയാണ്. വീട്ടിൽ സമാധാന അന്തരീക്ഷം കിട്ടുന്ന ഒരു മാസമാണ് ഇവരെ സംബന്ധിച്ച്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഭാഗ്യദിനം 9, 3, 4, 9, 13, 21, 22, 30 ഈ തീയതികൾ. ഈ 3, 4, 9, 13, 21, 22, 30 തീയതികൾ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച്, കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗുണാനുഭവങ്ങൾ കൂടി കിട്ടുന്ന ഒരു മാസമാണ്. ഈ ഡേറ്റ് ഓർത്തു വെക്കുക. അതോടൊപ്പം തന്നെ ദോഷമായ ദിവസം 18, 19, 20. 18, 19 ദിവസം നിങ്ങൾക്ക് ഈ മാസം അത്ര ഗുണകരമല്ല. ഈ രോഹിണി നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ഒരു മാസമാണ് ഈ പുതുവർഷ മാസം. നല്ല വാർത്തകൾ കേൾക്കാനായിട്ട് ഇടവരും. അവർക്കൊരു ശുഭവാർത്ത കേൾക്കാനായിട്ട് തീർച്ചയായിട്ടും ഈ മാസത്തിൽ കാര്യങ്ങൾ വന്നു ചേരുന്നതാണ്. ധനപരമായ നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്നതാണ്. ധനസംബന്ധമായ നേട്ടം ഉണ്ടാകും. പുതിയ സുഹൃത്തുക്കളെ കിട്ടും. ഈ പുതുവർഷ മാസത്തിൽ ഇവർക്ക് പുതിയ സുഹൃത്തുക്കളെയൊക്കെ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ദൂരയാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് ദൂരയാത്ര പോകാൻ അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. ഈ രോഹിണി നക്ഷത്രക്കാരുടെ ഭാഗ്യദിനങ്ങൾ ഞാൻ പറയാം. ഈ മാസത്തിലെ അവരുടെ ഭാഗ്യദിനങ്ങൾ 5, 14, 15, 23, 24, 31. 5, 14, 15, 23, 24, 31 ദിവസങ്ങൾ ഇവരെ സംബന്ധിച്ച് ഗുണാനുഭവങ്ങൾ കൂടുതൽ കിട്ടുന്ന ഒരു സമയമാണ്, ഡേറ്റാണ്. അതോടൊപ്പം ഇവർക്ക് ദോഷകരമാവുന്ന ദിവസം 20, 21, 22 തീയതികൾ ഇവർക്ക് അത്ര അനുകൂലമല്ലാത്ത ദിവസങ്ങളുമാണ്. മകീരം നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷ മാസം എങ്ങനെയെന്ന് നോക്കാം. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമാണ്. ഗുണം ഉണ്ടാവും, ദോഷം ഉണ്ടാവും ഈ മാസത്തിൽ. ഇവരെ സംബന്ധിച്ച് കഠിനാധ്വാനം ചെയ്യേണ്ട ഒരു മാസമാണിത്. നല്ല കഠിനാധ്വാനം ചിലപ്പോൾ അവർക്ക് ചെയ്യേണ്ടതായിട്ട് വരും ചില പ്രവർത്തികളിൽ. കുടുംബത്തിൽ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവരുടെ കുടുംബത്തിൽ ഉണ്ടാകും. അപ്പൊ കുടുംബാംഗങ്ങൾ തമ്മിൽ ചില അഭിപ്രായ ഭിന്നത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. IT മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് ഗുണകരമായ ഒരു മാസമാണ്. അതായത് IT മേഖലയിൽ, ടെക്നിക്കൽ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഗുണകരമായ ഒരു മാസമാണ് ഈ മകീരം നക്ഷത്രക്കാർക്ക്. ഈ മകീരം നക്ഷത്രക്കാരുടെ ഭാഗ്യദിനം 1, 6, 15, 16, 25, 26 തീയതികൾ ഇവർക്ക് ഭാഗ്യമായിട്ടുള്ള ദിവസങ്ങളാണ്. അതോടൊപ്പം ദോഷദിനം ഇവരെ സംബന്ധിച്ച് 22, 23, 24 തീയതികൾ ഇവരെ സംബന്ധിച്ച് ദോഷമുള്ള തീയതികളുമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷ മാസം തടസ്സങ്ങളെല്ലാം നീങ്ങിക്കിട്ടുന്ന ഒരു മാസമാണ്. കാര്യങ്ങൾക്ക് അനുകൂലമായ ഒരു സ്ഥിതിവിശേഷം ഇവർക്ക് ഉണ്ടാകുന്നതാണ്. ശത്രുദോഷം ഇവരിൽ നിന്നും അകന്നു പോകുന്ന ഒരു മാസം കൂടിയാണ്. പുതിയ ഉത്തരവാദിത്തങ്ങളും ഇവർക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള അവസരങ്ങളും വന്നു ചേരും. വിദേശയാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിദേശയാത്ര പോകാനും
ദൂരയാത്ര പോകാനും ഒക്കെ അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. ഈ തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ജനുവരി മാസത്തിലെ ഭാഗ്യ ദിവസങ്ങൾ 2, 7, 8, 17, 18, 27 ഈ ദിവസങ്ങൾ ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. ഇവരുടെ ദോഷ ദിവസങ്ങൾ 24, 25, 26 ദിവസങ്ങൾ ഇവർക്ക് അനുകൂലമല്ല. പുണർദം നക്ഷത്രം. പുണർദം നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷ മാസം അനുകൂലമായ ഒരു മാസമാണ്. അവർക്ക് ഭാഗ്യാനുഭവങ്ങൾ കിട്ടുന്ന ഒരു മാസമാണ് ഇവരെ സംബന്ധിച്ച്. ഇവർ വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും നടക്കാൻ സാധ്യതയുണ്ട് ഈ മാസത്തിൽ. ഇവരുടെ ആഗ്രഹങ്ങൾ നടക്കാൻ സാധിക്കുന്നതാണ്. മനക്ലേശം, ഇവർക്ക് മനക്ലേശമുള്ളവരാണെങ്കിൽ ആ മനക്ലേശം മാറിക്കിട്ടുന്നതാണ് ഈ മാസം. ആരോഗ്യം മെച്ചപ്പെട്ട ഒരു അവസ്ഥയായിരിക്കും ഈ മാസത്തിൽ ഇവർക്ക്. ഇവരുടെ ഭാഗ്യദിനം 3, 9, 10, 19, 20 തീയതികൾ ഇവർക്ക് ഭാഗ്യ ദിവസങ്ങളാണ്. ദോഷ ദിനം, ഇവരെ സംബന്ധിച്ചുള്ള ദോഷദിനം 27, 28, 29 ദിവസങ്ങൾ തീയതികൾ ഇവർക്ക് ദോഷമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ടറിഞ്ഞു പോയാൽ വളരെ നല്ലതാണ്. അപ്പോൾ അശ്വതി മുതൽ പുണർദം വരെയുള്ള 7 നക്ഷത്രങ്ങളുടെ ഗോചരപരമായി ഉണ്ടാകുന്ന സാമാന്യ ഫലമാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ ഇവിടെ അവതരിപ്പിച്ചത്. എല്ലാവർക്കും ഈ മാസം ഗുണകരമായി വന്ന് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.